നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ശബരിമലയിൽ ഭക്തരുടെ ദർശനം സുഖകരമാക്കാൻ നടപടികളുമായി ദേവസ്വം ബോർഡ്. തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിക്കാൻ പ്രത്യേക കമ്മിറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിന്റെ മൊഴി നിർണായകം. അന്വേഷണ സംഘം തിങ്കളാഴ്ച എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് നിർണായക രേഖകൾ. നടൻ ജയറാം ഉൾപ്പെടെയുള്ള സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. തള്ളിയത് 2261 നാമനിർദ്ദേശ പത്രികകൾ. മത്സരരംഗത്ത് 98,451 സ്ഥാനാർത്ഥികൾ. കണ്ണൂരിൽ 9 ഇടത് സ്ഥാനാർത്ഥികൾക്കും കാസർഗോഡ് ഒരു ലീഗ് സ്ഥാനാർത്ഥിക്കും എതിരില്ലാത്ത ജയം. SIR-ന്റെ പുരോഗതി വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വിളിച്ച യോഗത്തിൽ പരാതി പ്രവാഹം. വിമർശനമുന്നയിച്ച് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. BLO-മാർക്ക് പരിശീലനത്തിന്റെ കുറവുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് രത്തൻ ഖേൽക്കർ. മയക്കുമരുന്ന് ഭീകരബന്ധം തകർക്കാൻ ഒറ്റക്കെട്ടായി പൊരുതണമെന്ന് G20 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദൌത്യത്തിനായി പ്രത്യേക പദ്ധതി നിർദ്ദേശം. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ കൂട്ടായ്മ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. ദുബായ് റൺ നാളെ. ഷെയ്ഖ് സായിദ് റോഡ് റണ്ണിംഗ് ട്രാക്ക് ആകും. പങ്കെടുക്കുന്നത് 10 ലക്ഷം ആളുകളെന്ന് സംഘാടകർ. ദുബായ് എയർ ഷോയ്ക്കിടെ തേജസ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംഷ് സ്വാലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. അപകടത്തിൽ വ്യോമസേന അന്വേഷണം തുടരുന്നു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിനായി തെരച്ചിൽ. ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരുടെ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് ദേവസ്വം ബോർഡ്. ഓരോ ദിവസത്തെയും സ്പോട്ട് ബുക്കിംഗ് എണ്ണം പ്രത്യേക കമ്മിറ്റി നിയന്ത്രിക്കും. പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ചേർന്ന് ഓരോ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് തീരുമാനിക്കും. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി നട തുറന്ന ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ലഭ്യമാക്കിയ സൗകര്യങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ദേവസ്വം ബോർഡ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നത്. സ്പോട്ട് ബുക്കിംഗ് ഉയർത്താൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റിക്ക് ദേവസ്വം ബോർഡ് രൂപം നൽകി. പോലീസ് കോർഡിനേറ്റർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, സ്പെഷ്യൽ കമ്മീഷണർ എന്നിവർ ചേർന്നാണ് ഓരോ ദിവസത്തെ സ്പോട്ട് ബുക്കിംഗ് തീരുമാനിക്കുക. കൂടാതെ ശബരിമലയിലേക്ക് ദിവസവേതനക്കാരെ കൂടുതലായി നിയമിക്കുവാനും തീരുമാനിച്ചു. 400-ലധികം ദിവസവേതനക്കാരെ ഇനിയും ആവശ്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. പമ്പ മുതൽ ശബരിമല വരെ പൂർത്തിയാകാത്ത മരാമത്ത് ജോലികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ തീരുമാനമായി. യോഗ തീരുമാനങ്ങൾ വരും ദിവസങ്ങളിൽ പ്രത്യേകമായി വിലയിരുത്തും. പമ്പ മുതൽ സന്നിധാനം വരെ എത്തി ഭക്തരുടെ സൗകര്യങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തിയ ശേഷമാണ് മന്ത്രി VN വാസവൻ പമ്പയിൽ നടന്ന അവലോകന യോഗത്തിൽ പങ്കെടുത്തത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ, ബോർഡ് അംഗങ്ങൾ, പോലീസ് ചീഫ് ഓഫീസർ ADGP R ശ്രീജിത്ത്, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ കൂടുതൽ പേരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. തിങ്കളാഴ്ച എ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാകുമെന്നാണ് SIT പ്രതീക്ഷിക്കുന്നത്. പല ഉദ്യോഗസ്ഥരെയും എ പത്മകുമാർ സ്വാധീനിച്ചുവെന്ന് N വാസു മൊഴി നൽകിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാർ ഇടപാടിലെ നിർണായക വിവരങ്ങൾക്കായി ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രനെയും അന്നത്തെ തന്ത്രി കണ്ഠരര് രാജീവരടക്കമുള്ളവരെയും SIT ചോദ്യം ചെയ്യും. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നിന്ന് നിർണായക രേഖകൾ കണ്ടെടുത്തിരുന്നു. ഈ രേഖകളടക്കം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ. നടൻ ജയറാം ഉൾപ്പെടെയുള്ള സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്താനും അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ട്. ഇടതുമുന്നണി അയ്യപ്പനൊപ്പമെന്ന് മന്ത്രി V ശിവൻകുട്ടി. തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും അറസ്റ്റിൽ ആയതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാകുന്നില്ലെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം CPM-ൽ ദാരിദ്ര്യമുണ്ടാകാതിരിക്കാൻ സ്വർണം കട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതികരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K ജയകുമാറിനെ നിയമിച്ചത് അടവ് നയമാണെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവുണ്ടെന്ന് VD സതീശൻ വ്യക്തമാക്കി. ശബരിമലയിൽ കണ്ടത് വലിയ കള്ളക്കടത്തെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശബരിമലയിൽ കള്ളന്മാരെ താക്കോലേൽപ്പിച്ച സ്ഥിതിയാണെന്ന് പ്രതിപക്ഷ നേതാവ്
പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. ആയിരുന്നു CPM ആരെയും പിന്തുണയ്ക്കുന്നുണ്ട് പോകുന്നില്ലല്ലോ. ഗവൺമെൻറ് വളരെ തുറന്ന മനസ്സോടുകൂടി ഉള്ള നിലപാട് തന്നെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. അത് ജനങ്ങളാകെ തന്നെ അയ്യപ്പ ഭക്തന്മാരാകെ തന്നെ അവർ അത് എടുത്ത നടപടിയായി അഭിനന്ദിക്കുകയാണ്. അറസ്റ്റിലായതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനായി മാറില്ലല്ലോ. പറയുന്നത് പക്ഷേ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏതൊക്കെ രീതി നോക്കിയാലും അയ്യപ്പൻ പിടിക്കുകയല്ല, അത് അപ്പം തന്നെ കയറി പിടിക്കുകയാണ്. അതുകൊണ്ട് പേടിക്കണ്ട, അയ്യപ്പൻ വിടില്ല ആരെയും. നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും പവിത്രവും പരിപാവനവുമായ ശബരിമലയിലെ അയ്യപ്പന്റെ അമൂല്യ വസ്തുക്കൾ കൊള്ളയടിച്ചതിന്റെ പേരിൽ CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്രയാണ് തുടങ്ങിയിട്ടുള്ളൂ. കുറെ പേര് ഇനി വരാനുണ്ട് അതിന്റെ പുറകെ. സ്വർണ്ണല്ല, സ്വർണത്തെക്കാൾ എത്രയോ മൂല്യമുള്ള പുണ്യവസ്തു അവിടുന്ന് എടുത്തുകൊണ്ടുപോയി. അതും ഉത്തരവാദിത്തപ്പെട്ടവര്. ആരൊക്കെയാണ് കൊടുക്കുന്നത്? ഉത്തരവാദിത്തപ്പെട്ടവർ, മുകളിലിരിക്കുന്നവര്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സൂക്ഷ്മ പരിശോധനയിൽ 2261 നാമനിർദ്ദേശ പത്രികകൾ തള്ളിയിട്ടുണ്ട്. കൂടുതൽ തള്ളിയത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആകെ 98,451 സ്ഥാനാർത്ഥികളാണുള്ളത്. 40,995 നോമിനേഷനുകൾ അംഗീകരിച്ചു. തിരുവനന്തപുരത്ത് തള്ളിയത് 527 നോമിനേഷനുകളാണ്. കോട്ടയത്ത് 401 നോമിനേഷനുകളും തള്ളിയിട്ടുണ്ട്. അന്തിമ കണക്ക് നാളെയോടെ ലഭ്യമാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 527 നാമനിർദ്ദേശ പത്രികകളാണ് തള്ളിയത്. കോട്ടയത്ത് 401 നോമിനേഷനുകളും തള്ളി. ആകെ 98,451 സ്ഥാനാർത്ഥികളുടെ 1,40,995 നോമിനേഷനുകളാണ് അംഗീകരിച്ചത്. സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ UDFന് വലിയ തിരിച്ചടിയാണ്. കൽപ്പറ്റ നഗരസഭയിൽ UDFന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിരുന്ന KG രവീന്ദ്രന്റെ പത്രിക തള്ളി. പിഴയടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ടാണ് പത്രിക തള്ളിയത്. ഡമ്മി സ്ഥാനാർത്ഥിയായ പ്രഭാകരന്റെ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് കടമക്കുടി ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി LC ജോർജിന്റെ പത്രികയും തള്ളി. ഇവിടെ UDFന് ഡമ്മി സ്ഥാനാർത്ഥി പോലുമില്ല. LC പത്രിക പൂരിപ്പിച്ചതിലെ പിഴവാണ് തള്ളാൻ കാരണം. കോട്ടയം പാമ്പാടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയും തള്ളി. രമണി മത്തായിയുടെ പത്രികയാണ് തള്ളിയത്. മുൻപ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കണക്ക് നൽകാത്തതിനെ തുടർന്നാണ് തള്ളിയത്. കണ്ണൂരിൽ 9 LDF സ്ഥാനാർത്ഥികളും കാസർഗോഡ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും ജയിച്ചു. 12ാം വാർഡിലെ ഇടത് സ്ഥാനാർത്ഥി ഷിഗിനയ്ക്കെതിരായ UDF സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളി. ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾക്കെതിരെ ആരും പത്രിക നൽകിയിരുന്നില്ല. പാലക്കാട്, തൃക്കാക്കര നഗരസഭകളിലായി 3 LDF സ്ഥാനാർത്ഥികളുടെ പത്രികയും തള്ളി. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പോത്തൻകോട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായ ട്രാൻസ് വിമൻ അമേയ പ്രസാദിന്റെയും വയലാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയായ അരുണിമ ഗ്രൂപ്പിന്റെയും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് പലയിടത്തും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വിമതർ ഭീഷണിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന്റെ 4 സ്ഥാനാർത്ഥികൾക്കാണ് വിമതർ തലവേദനയാകുന്നത്. ഉള്ളൂർ, ചെമ്പഴന്തി, വാഴോട്ടുകോണം, കാച്ചാണി വാർഡുകളിലാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ പേരിൽ ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞ് CPMന്റെ പ്രാദേശിക നേതാക്കൾ സ്വതന്ത്രരായി മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പല്ലേ, മത്സരരംഗത്ത് വിമതർ ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. അതിന് വലിയ പ്രാധാന്യമൊന്നും നൽകേണ്ടതില്ല. ഈ രീതിയിലാണ് വിമതശല്യത്തെക്കുറിച്ചുള്ള നേതാക്കളുടെ പ്രതികരണമെങ്കിലും പലയിടത്തും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് കടുത്ത ഭീഷണിയാണ് ഇക്കൂട്ടർ. വീറും വാശിയുമേറിയ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന് 4 വാർഡുകളിലാണ് വിമതരുള്ളത്. ചെമ്പഴന്തി വാർഡിൽ CPMന്റെ LC അംഗമായിരുന്ന ആനി അശോകൻ സ്വതന്ത്രയായി മത്സരിക്കുന്നു. മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ BJP RSS ഡീൽ ആരോപിച്ച് രംഗത്ത് വന്നാണ് ആനി അശോകൻ വിമതയായി മത്സരിക്കുന്നത്. LDFന്റെ സിറ്റിംഗ് വാർഡായ ഉള്ളൂരിലാണ് മറ്റൊരു വിമത ഭീഷണി പാർട്ടി നേരിടുന്നത്. ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫായ K ശ്രീകണ്ഠൻ ഇവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നു. K ശ്രീകണ്ഠനും കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയാണ് രംഗത്ത് വന്നത്. മറ്റൊരു ഭീഷണി CPM നേരിടുന്നത് കാച്ചാണി വാർഡിലാണ്. ഇതുവരെ LDF മാത്രം വിജയിച്ചിട്ടുള്ള CPMന്റെ ശക്തികേന്ദ്രമായ കാച്ചാണിയിൽ മുൻ പഞ്ചായത്ത് അംഗം നെട്ടയം സതീഷ് കുമാറാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. എന്നാൽ CPMന് കടുത്ത ഭീഷണി നേരിടുന്ന വാർഡാണ് വാഴോട്ടുകോണം. ഇവിടെ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ KV മോഹനാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. മറ്റു 3 വിമത സ്ഥാനാർത്ഥികളെയും പാർട്ടി പുറത്താക്കിയെങ്കിലും
വാഴോട്ടുകുണത്ത് മത്സരിക്കുന്ന KV മോഹനെതിരെ ഇതുവരെയും CPM നടപടിയെടുത്തിട്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ BJP ഒഴികെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തി. BLOമാർക്ക് പരിശീലനക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഭരണഘടനാപരമായ ബാധ്യതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്ത BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ അനുശോചിച്ചായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചത്. BLOമാർ അനുഭവിക്കുന്നത് കടുത്ത സമ്മർദ്ദമാണെന്ന് UDFും LDFും ചൂണ്ടിക്കാട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ SIR നടപടികൾ മാറ്റിവെക്കണമെന്ന് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR അടിച്ചേൽപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്ന് CPM പ്രതിനിധി M. വിജയകുമാർ യോഗത്തിൽ പറഞ്ഞു. ഇത് ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടല്ല പറയുന്നത്, ബോയ്ക്കോട്ടല്ല, ഇതിൻ്റെ ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. അത് കോടതിയിലാണ്, സുപ്രീം കോടതിയിലാണ്. അതിനേക്കാൾ വലിയ കോടതിയില്ല. സുപ്രീം കോടതി ആണ് ഇത് വിധി കൽപ്പിക്കേണ്ടത്. വിധി കൽപ്പിച്ചാൽ നമ്മളെല്ലാം അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ നമ്മളെല്ലാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഒരു ഇളവുമില്ലാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതി, അല്ലേ, മാനുഷികമായ പരിഗണന പോലും നൽകാതെ ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയോട് ഒരു കാരണവശാലും യോജിക്കാനാവില്ല. എന്നാൽ SIR പ്രക്രിയയിൽ സഹായിക്കാൻ കുടുംബശ്രീയിലെ പ്രവർത്തകരെ കൂടി പ്രയോജനപ്പെടുത്തുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. ആരെയും സമ്മർദ്ദത്തിലാക്കാനല്ല തീവ്ര പുനഃപരിശോധനയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ന് നമുക്ക് ഏകദേശം എനുമറേഷൻ ഫോംസ് 99.5% നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഫോം പൂരിപ്പിക്കുമ്പോൾ ഭാഷാ ന്യൂനപക്ഷം നേരിടുന്ന വെല്ലുവിളികൾ ഇല്ലാതാക്കാൻ എല്ലാ ജില്ലാ കളക്ടർമാരോടും ആ മേഖലയിലെ ഭാഷ അറിയുന്നവരുടെ സഹായം തേടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രവാസി വോട്ടർമാർക്കായി നോർക്കയുമായി യോഗം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നോർക്ക വഴി മെറ്റീരിയൽസ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 99.5 എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെടുന്നത്. ഇതുവരെ 26 ലക്ഷത്തിലധികം ഫോമുകൾ ഡിജിറ്റലൈസ് ചെയ്തു. എന്നാൽ 1,20,000 വോട്ടർമാരെ കണ്ടെത്താനായിട്ടില്ല. ഇത് കൃത്യമായ കണക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകും. അർഹതപ്പെട്ട വോട്ടർമാരും ഒഴിവാക്കപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിക്കാൻ താഴെത്തട്ടിൽ BLOമാരുടെ യോഗം ചേരുമെന്നും രത്തൻ ഖേൽക്കർ നേരത്തെ അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മയക്കുമരുന്ന് ഭീകരബന്ധത്തിന്റെ വേരറുക്കാൻ ഇനി ഒറ്റക്കെട്ട്. ഒരുമിച്ച് പൊരുതണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി G20 ഉച്ചകോടിയിൽ പറഞ്ഞു. ദൗത്യത്തിനായി പ്രത്യേക പദ്ധതി നിർദ്ദേശിച്ചു. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ കൂട്ടായ്മ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. ദക്ഷിണാഫ്രിക്ക ആദ്യമായി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സാഹചര്യത്തിൽ ലോകം വികസന മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കാനും സമഗ്രവും സുസ്ഥിരവുമായ വളർച്ച പിന്തുടരാനും ശരിയായ സമയമാണിതെന്ന് മോദി പറഞ്ഞു. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും ആരോഗ്യരംഗത്തുമുള്ള ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി G20ക്ക് കീഴിൽ ഒരു ആഗോള വിജ്ഞാന കേന്ദ്രം രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. അറിവുകൾ സംരക്ഷിക്കാനും ആഗോള ആരോഗ്യത്തിന് സംഭാവന നൽകാനും ഇത്തരം ഡേറ്റാബേസ് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കയ്ക്കുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ചുറപ്പിച്ച പ്രധാനമന്ത്രി ആഗോള അഭിവൃദ്ധിക്ക് ഭൂഖണ്ഡത്തിന്റെ പുരോഗതി അനിവാര്യമാണെന്നും വ്യക്തമാക്കി. G20 ദക്ഷിണാഫ്രിക്ക സ്കിൽസ് മൾട്ടിപ്ലെയർ ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ ആഫ്രിക്കൻ യുവാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരു നൈപുണ്യ പദ്ധതിയും മോദി പ്രഖ്യാപിച്ചു. ഫെന്റിനൈൽ പോലുള്ള മാരകമായ മയക്കുമരുന്നുകളുടെ വർദ്ധിച്ചുവരുന്ന ഭീഷണിയെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. മയക്കുമരുന്നുകൾ ആഗോളതലത്തിൽ വ്യാപിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി മയക്കുമരുന്ന് ഭീകരബന്ധത്തെ നേരിടുന്നതിനു വേണ്ടി G20 സംരംഭത്തിനും ആഹ്വാനം ചെയ്തു. മയക്കുമരുന്ന് ശൃംഖലകൾ തകർക്കുന്നതിനും നിയമവിരുദ്ധമായ പണമൊഴുക്ക് തടയുന്നതിനും ഭീകര സംഘടനകൾക്കുള്ള ധനസഹായത്തിന്റെ സ്രോതസ്സുകളെ ദുർബലപ്പെടുത്തുന്നതിനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്നലെയാണ് മോദി ജോഹന്നാസ്ബർഗിലെത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ദുബായ് എയർ ഷോയ്ക്കിടെ അപകടത്തിൽ മരിച്ച തേജസ് പൈലറ്റ് വിംഗ് കമാൻഡർ നമേഷ് സിയാലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. UAE പ്രതിരോധ സേന അന്തിമാഭിവാദ്യം അർപ്പിച്ചു. UAEയിലെ ഇന്ത്യൻ അംബാസിഡർ ദീപക് മിത്തൽ, ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു.
30 ദിവസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ചിന്റെ ഭാഗമായുള്ള ദുബായ് റൺ നവംബർ 23 നടക്കും. 10,000 പങ്കെടുക്കുന്ന ദുബായ് റണ്ണിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. ഇവന്റിന്റെ ഭാഗമായി പ്രധാന പാതകളിൽ അടക്കം ഗതാഗത നിയന്ത്രണമുണ്ടാകുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ആരോഗ്യമുള്ള ജീവിത രീതി സ്വീകരിക്കുക എന്ന ആഹ്വാനത്തോടെയാണ് ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് നടക്കുന്നത്. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് ദുബായിൽ അരങ്ങേറുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് ദുബായ് റൺ. UAE നിവാസികളും ദുബായ് സന്ദർശകരുമടക്കം 10,000 ദുബായ് റണ്ണിൽ പങ്കെടുക്കുന്നത്. നവംബർ 23 ഞായറാഴ്ചയാണ് ഈ വർഷത്തെ ദുബായ് റൺ. ഇതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 3 മണി മുതൽ രാവിലെ 10 മണി വരെ ദുബായിലെ പ്രധാന നിരത്തുകളിലടക്കം ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. പ്രശസ്തമായ ഷെയ്ഖ് സായിദ് റോഡിൽ ട്രേഡ് സെന്റർ റൗണ്ട് അബൌട്ട് മുതൽ അൽ ഹാദിഖ് റോഡ് ബ്രിഡ്ജ് വരെയുള്ള ഭാഗം പൂർണ്ണമായും അടച്ചിടും. ലോവർ ഫിനാൻഷ്യൽ സെന്റർ സ്ട്രീറ്റിൽ ഷെയ്ഖ് സായിദ് റോഡിനും അൽഖേൽ റോഡിനും ഇടയിലുള്ള ഭാഗവും ദുബായ് റണ്ണിനായി അടയ്ക്കും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ബുൾവാഡിൽ ഒരു വശത്തേക്ക് മാത്രമേ ഗതാഗതം അനുവദിക്കൂ. അൽ സുഖൂഖ് സ്ട്രീറ്റിലും സമാനമായ നിയന്ത്രണമുണ്ടാകും. ഷെയ്ഖ് സായിദ് റോഡിന് ഇരുവശത്തുമുള്ള പാർക്കിംഗ് സ്ഥലങ്ങളും അടയ്ക്കുമെന്ന് ദുബായ് RTA അറിയിച്ചു. സാലിക്ക് നിരക്കുകളിലും മാറ്റമുണ്ട്. പുലർച്ചെ 6 മണി മുതൽ 10 മണി വരെ 6 ദിർഹമായിരിക്കും സാലിക്ക് ഈടാക്കുക. വൈകിട്ട് 4 മുതൽ 8 മണി വരെയും 4 ദിർഹം ഈടാക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയും രാത്രി 8 മുതൽ പുലർച്ചെ 1 മണി വരെയും 4 ദിർഹം തന്നെയാകും സാലിക് നിരക്ക്. പുലർച്ചെ 1 മുതൽ 6 മണി വരെ സാലിക് ഫ്രീ ആയിരിക്കും. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ സൈബർ കുറ്റവാളികൾക്കെതിരെ കനത്ത നടപടി സ്വീകരിച്ച് ആഭ്യന്തര മന്ത്രാലയം. സൈബർ കുറ്റവിഭാഗത്തിന്റെ പരിശോധനയിൽ ഇതുവരെ 48 നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. പൊതുസമൂഹത്തിന് നിരക്കാത്തതും വ്യക്തികളെ അപമാനിക്കുന്നതും നിരോധിക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ വ്യാജ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്നതും അയൽ രാജ്യങ്ങളെ അപകീർത്തിപ്പെടുത്തുന്നതും തുടങ്ങിയ നിയമലംഘനങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറ്റത്തിന്റെ വ്യാപ്തി അനുസരിച്ച് കുറ്റവാളികൾക്ക് എതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൈബർ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ നിരവധി മുൻകരുതലുകളാണ് അതോറിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമത്തിലൂടെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തരുതെന്നും വ്യക്തികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിരുകവിയരുതെന്നും ഉപഭോക്താക്കളോട് മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ പ്രവാസി വ്യവസായിയിൽ നിന്നും 50,000 ദിനാർ കൈക്കൂലി വാങ്ങവേ സർക്കാർ ജീവനക്കാരൻ പിടിയിലായി. അഴിമതി വിരുദ്ധ വിഭാഗത്തിലെ കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഒരു സർക്കാർ ഏജൻസിയിൽ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ കൈയോടെ പിടികൂടിയത്. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന വൻ ഫാക്ടറിയുടെ ഉടമയായ പ്രവാസിയുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പരാതിക്കാരന്റെ സഹായത്തോടെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗുകൾ ഉപയോഗിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ വഴിയാണ് ഇയാൾ പിടിയിലായത്. നിയമപരമായ ചില കാരണങ്ങളാൽ ഫാക്ടറി സ്ഥിരമായി അടച്ചുപൂട്ടാൻ പ്രവാസി വ്യവസായിക്ക് നേരത്തെ സർക്കാർ ഉത്തരവ് ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഇൻസ്പെക്ടറാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രതി 2 ലക്ഷം ദിനാർ തനിക്ക് കൈക്കൂലിയായി നൽകിയാൽ ഫാക്ടറി വീണ്ടും തുറന്ന് പ്രവർത്തിക്കാൻ സഹായിക്കാമെന്നും ഇതിൽ 50,000 ദിനാർ മുൻകൂറായി നൽകണമെന്നും വ്യവസായിയോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് വ്യവസായി അഴിമതി വിരുദ്ധ വിഭാഗത്തെ സമീപിക്കുകയായിരുന്നു. 46 ഇന്ത്യൻ തീർത്ഥാടകരടക്കം 48 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടത്തിൽ മരിച്ച 46 ഇന്ത്യൻ ഉംറ തീർത്ഥാടകരുടെയും മൃതശരീരം പുണ്യനഗരമായ മദീനയിലെ ജന്നത്തുൽ ഖബിയയിൽ മറവു ചെയ്തു. മക്കയിൽ നിന്ന് ഉംറ തീർത്ഥാടനം പൂർത്തിയാക്കി മദീനയിലേക്കുള്ള യാത്രയ്ക്കിടെ ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ചാണ് ഹൈദരാബാദിൽ നിന്നുള്ള 46 ഇന്ത്യൻ ഉംറ തീർത്ഥാടകർ മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് ദുഹർ നമസ്കാരത്തിനു ശേഷമാണ് 46 പേരുടെ മയ്യത്ത് സംസ്കാരവും ഖബറടക്കവും നടന്നത്. മയ്യത്ത് നമസ്കാരത്തിന് മസ്ജിദ് നബവി ഇമാമും ഖദീബുമായ ഷെയ്ഖ് അബ്ദുൽ ബാരി അൽ ദുബൈത്തിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മരിച്ചവരുടെ ബന്ധുക്കൾ തെലങ്കാന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി മുഹമ്മദ് അസ്റുദ്ദീന്, ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് S. അബ്ദുൽ നസീർ, സൗദി ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ജിദ്ദ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി അടക്കം അന്ത്യകർമ്മങ്ങളിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ദുബായ് നഗരത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക പാരമ്പര്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ എർത്ത് ദുബായ് എന്ന പേരിൽ അവാർഡ് അവതരിപ്പിച്ചു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഗവൺമെന്റ്, പ്രൈവറ്റ് വിഭാഗം, കമ്മ്യൂണിറ്റി വിഭാഗം എന്നിങ്ങനെ 2 കാറ്റഗറിയിലാണ് അവാർഡുകൾ നൽകുന്നത്. കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ 5 സബ് കാറ്റഗറികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ് നഗരത്തെ രൂപപ്പെടുത്തിയ അനുഭവങ്ങളും ഓർമ്മകളും പകർത്തുന്നതിനുള്ള ഒരു വേദി സൃഷ്ടിക്കുക എന്നതാണ് എർത്ത് ദുബായ് അവാർഡിന്റെ ലക്ഷ്യം. earthdubai.ae എന്ന വെബ്സൈറ്റിൽ നിന്നും അവാർഡ് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കും.
കുവൈറ്റിൽ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ വേതന കൈമാറ്റം ഉറപ്പുവരുത്തുന്നതിൽ കുവൈറ്റ് സ്വീകരിച്ചു വരുന്ന നടപടികൾക്ക് അന്തർദേശീയ തൊഴിലാളി സംഘടനയായ ILOയുടെ പ്രശംസ. കഴിഞ്ഞ ദിവസം സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശംസയുള്ളത്. ഗാർഹിക തൊഴിലാളികളുടെ വേതന സംരക്ഷണ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നതിനെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കുടിയേറ്റ തൊഴിലാളികളിൽ വലിയൊരു വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് അന്താരാഷ്ട്ര വേതന സംരക്ഷണ മാനദണ്ഡങ്ങളുമായി കൂടുതൽ പൊരുത്തപ്പെടുന്ന നിയമനിർമ്മാണമാണ് കുവൈറ്റിൽ ഉള്ളതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തൊഴിലാളികളുടെ ശമ്പള കൈമാറ്റത്തിൽ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളോ ദുരുപയോഗമോ നടത്തുന്ന തൊഴിലുടമകളെ നിരീക്ഷിക്കുന്നതിന് പ്രത്യേക സംവിധാനം രൂപകൽപ്പന ചെയ്തതും തൊഴിലുടമകൾ തൊഴിലാളികളുടെ അക്കൗണ്ടുകൾ നിയന്ത്രിക്കുന്നതിനും ATM കാർഡുകൾ പിടിച്ചുവെക്കുന്നതിനുമെതിരെ കുവൈറ്റ് ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. കാൻഡിൽ ഓഫ് ഹോപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഷർഫയിൽ നടന്ന പരിപാടിയിൽ ജിദ്ദയിലെ വ്യവസായ, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. സുഹൈറുദ്ദീൻ നുറാനി, COHI അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ലുഖ്മാനുൽ ഹക്കീം എന്നിവർ വിഷയാവതരണം നടത്തി. ഗ്രാമീണ മേഖലകളിലെ നിരാലംബരും സാമൂഹികമായി പിന്നോക്കമായ വിഭാഗങ്ങളെ ശാക്തീകരിക്കപ്പെടുക എന്ന ലക്ഷ്യത്തിൽ 15 വർഷങ്ങളിലായി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ നുറാനി വിശദീകരിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സ്വയം തൊഴിൽ, വനിതാ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ നടന്നുവരുന്ന പദ്ധതികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഗുണഭോക്താക്കളാണ്. നാസർ വെളിയങ്കോട് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജലീൽ കണ്ണമംഗലം, റൌഫ് പുനൂർ, ഹിഫ്സുറുമാൻ എന്നിവർ സംസാരിച്ചു. 1380 കോടി വർഷത്തെ അടയാളപ്പെടുത്തുന്ന അബുദാബി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പ്രപഞ്ചത്തിന്റെ ജനനം, സൗരയൂഥം, ജീവന്റെ പരിണാമം, ദിനോസറുകൾ എന്നിവയുടെ ചരിത്രം വിവരിക്കുന്ന കാഴ്ചകളാണ് മ്യൂസിയത്തിലുള്ളത്. 35,000 ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയിലാണ് മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. ഭൂമിയുടെ കഥ, വികസിക്കുന്ന ലോകം, നമ്മുടെ ലോകം, അതിജീവന ഗ്രഹം, ഭൂമിയുടെ ഭാവി എന്നീ 5 ഗാലറികളിലൂടെയാണ് സന്ദർശകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. സുവോളജി, പാലിയന്റോളജി, മോളിക്യുലാർ റിസർച്ച്, എർത്ത് സയൻസസ്, മറൈൻ ബയോളജി എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണ സൗകര്യങ്ങളും മ്യൂസിയത്തിലുണ്ട്. മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ പ്രകൃതി ചരിത്ര മ്യൂസിയമായിരിക്കും അബുദാബി നാഷണൽ മ്യൂസിയം. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ലേബർ കോഡുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ് സംയുക്ത തൊഴിലാളി സംഘടനകൾ. ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. വേതനം, വ്യവസായ ബന്ധം, തൊഴിലിട സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നീ ചട്ടങ്ങൾ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ബീഹാർ തിരഞ്ഞെടുപ്പ് വിജയം നൽകിയ ഭ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നതെന്നും തൊഴിലില്ലായ്മ കാരണം പൊറുതിമുട്ടുന്ന ജനതയെ കൂടുതൽ ദുരിതത്തിലാക്കുമെന്നും തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ താൽപര്യമാണ് കേന്ദ്രം പരിഗണിച്ചതെന്നും പ്രസ്താവനയിൽ വിമർശനമുണ്ട്. സംയുക്ത തൊഴിലാളി യൂണിയനിൽ INTUC, CITU, AITUC ഉൾപ്പെടെ 10 സംഘടനകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. സംയുക്ത കിസാൻ മോർച്ചയും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കും. രാജ്യത്ത് പുതിയ 4 തൊഴിൽ കോഡുകൾ പ്രാബല്യത്തിലാക്കിയാണ് കേന്ദ്ര സർക്കാർ തൊഴിൽ മേഖലയിൽ സമഗ്ര മാറ്റം തുടങ്ങിയത്. വേതനം, വ്യവസായ ബന്ധം, തൊഴിലിട സുരക്ഷ, സാമൂഹിക സുരക്ഷ എന്നിവയെ സംബന്ധിച്ചുള്ളതാണ് കോഡുകൾ. എന്നാൽ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ചാണ് ചട്ടങ്ങൾ നടപ്പിലാക്കിയത്. പുതിയ വ്യവസ്ഥകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും ഇന്ത്യയുടെ വളർച്ച ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. 5 വർഷത്തിലൊരിക്കൽ വേതനം പരിഷ്കരിക്കും. വേതന നിരക്കിന് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. മിനിമം വേതനം കൊടുത്തില്ലെങ്കിൽ പിഴയും, ആവർത്തിച്ചാൽ തടവും ശിക്ഷ. വ്യവസായ ബന്ധ കോഡാണ് സംഘടനകൾ കൂടുതൽ എതിർക്കുന്നത്. കോഡ് പ്രകാരം ആകെ ജീവനക്കാരിൽ കുറഞ്ഞത് 10% അല്ലെങ്കിൽ 100 ജീവനക്കാരോ ഉണ്ടെങ്കിൽ മാത്രമേ യൂണിയൻ അനുവദിക്കുകയുള്ളൂ. തൊഴിലാളികളല്ലാത്തവർ ഭാരവാഹികളാകുന്നതിന് വിലക്കുണ്ട്. സമരം തുടങ്ങാൻ 14 ദിവസം മുൻപ് നോട്ടീസ് നൽകണം. ലംഘിക്കുന്നവർക്ക് പിഴയും 1 മാസം തടവും വ്യവസ്ഥയുണ്ട്. ഇതിനെയാണ് സംഘടനകൾ എതിർക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളി സംഘടനകൾ ബുധനാഴ്ച രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യക്കെതിരായ 2ാം ടെസ്റ്റ് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക 1ാം ദിനം കളി നിർത്തുമ്പോൾ 81.5 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എന്ന നിലയിൽ. മധ്യനിരയിൽ ബാറ്റ് ചെയ്ത ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് 112 പന്തിൽ 4 ബൗണ്ടറികളും 2 സിക്സറുകളും സഹിതം 49 റൺസ് നേടി ടോപ്പ് സ്കോററായി.
ഐഡൻ മക്രം 38 റൺസ് എടുത്ത ജസ്പ്രീത് ബുംറയുടെ പന്തിൽ പുറത്തായി. 17 ഓവറിൽ 3 മെയ്ഡനുകളോടെ 48 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി കുൽദീപ് യാദവ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മത്സരം ജയിച്ച് പരമ്പരയിൽ സമനില പിടിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് ഇന്ത്യയെ നയിക്കുന്നത്. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 30 റൺസിന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റിരുന്നു. 2 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.